ഹായ് എവരി വൺ, എല്ലാവർക്കും ഷീ സ്കോപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പ്ലാനിൽ ഇട്ട പോലെ തന്നെ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബ്ലോക്ക് 1 ആണ് ഞാനിന്ന് തുടങ്ങുന്നത്. ആദ്യം തന്നെ ബ്ലോക്ക് 1 നമ്മൾ കേരള ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് ഈ ശ്രീധരമേനോന്റെ പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ. കേരള ചരിത്രം എന്ന് പറയുന്നത് അത് ഞാൻ വായിച്ചു. ഞാൻ ഇത്ര സ്പീഡിലൊന്നും അല്ല കേട്ടോ വായിച്ചത്. ഞാനിത് 2x സ്പീഡിൽ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് 2x സ്പീഡിൽ ഇട്ടു എന്നേ ഉള്ളൂ. ഞാൻ വളരെ മെല്ലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പോയിന്റ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ വായിച്ചിരുന്നു. മെയിനായിട്ടും പോർച്ചുഗീസിൽ തുടങ്ങിയിട്ട് നമ്മൾ മാർത്താണ്ഡവർമ്മ വരെയുള്ള കാലഘട്ടം ആണ് നമുക്ക് കേരള ചരിത്രത്തിൽ പഠിക്കാനുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്തായാലും നമ്മൾ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് പുസ്തകം കയ്യിൽ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ കിൻഡിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിൽ വെച്ചിട്ട് വായിച്ചാലും മതി. ഞാനിപ്പം ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു. അതിൽ ഞാൻ മാപ്സ് എങ്ങനെയാണ് പോർച്ചുഗീസുകാർ വന്നത് അതൊക്കെ ഒന്ന് നോക്കി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൾറെഡി എൻ്റെ അടുത്ത് ഹിസ്റ്ററിന്റെ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നു. കേരള ചരിത്രത്തെ പറ്റിയിട്ടുള്ള ആ നോട്ട്സും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പോയി. മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് നോക്കിപ്പോയി. അതേപോലെ അതിലത്തെ ഇയർ ഇയർ പ്രധാനമായിട്ടുള്ള ഏതൊക്കെ വർഷങ്ങളാണ് എന്നുള്ളതും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എക്സാമിന് BFAക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴേ തുടങ്ങുക. നമ്മളിപ്പോൾ തന്നെ ലേറ്റ് ആണ്. ആക്ച്വലി നമ്മൾ പ്രിലിംസ് കഴിഞ്ഞ പാട് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞ പാട് പഠിക്കേണ്ടിയിരുന്നു. BF നിങ്ങൾക്കറിയാം ഒറ്റ എക്സാമുള്ള പ്രിലിംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കാം. ഞാനിപ്പോൾ ഒരു 20 ഡേ പ്ലാൻ ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. ഇതിലും ഈസി ആയിട്ട് എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ കമൻസ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.